ഹലോ, ഹെഡ്മിലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ സ്വന്തം ബെൻസി. ആസ് യൂഷ്വൽ ജോസൻ രാവിലെ തന്നെ കൊറിയർ അയക്കാൻ പോകുവാണ്. അപ്പോൾ ഇന്നത്തെ കൊറിയർ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കൊറിയർ ഫ്ലൈറ്റ് വഴി അയക്കുന്നത് കേട്ടോ. അത് കൊറിയർ വഴി അയച്ചാൽ കുറച്ച് ഡിലേ ആവും. ബോംബെക്കാണ് അയക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കിട്ടണം. അതിനകത്തുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ മുളക് പൊടി, മല്ലിപ്പൊടി. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത്രയ്ക്ക് എന്താണ് പ്രത്യേകതയെന്ന്. അതറിയാവുന്നവർക്കറിയാം. ഞാനൊരു കാര്യം പറയട്ടെ. പലരും ചില സാധനങ്ങളുടെ വില കേൾക്കുമ്പോൾ "അയ്യോ, ഇത്രയും വിലയോ എന്ന് ചോദിക്കും. നല്ല ക്വാളിറ്റി സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ വില കൊടുത്തെങ്കിലേ കിട്ടത്തുള്ളൂ. അത് എന്റെ കയ്യിൽ നിന്നായിക്കോട്ടെ, പുറത്തായിക്കോട്ടെ, നല്ല സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് കൊടുക്കണം. ഞാൻ ഫേസ്ബുക്കിൽ തന്നെ പലരും സെയിൽസിന്റെ ഒക്കെ വീഡിയോ ഇടുമ്പോൾ, ഞാനല്ല, മറ്റു പലരും, അങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ. അപ്പൊ മുളക് പൊടി ഇത്ര രൂപ, മല്ലിപ്പൊടി ഇത്ര രൂപ, അല്ലെങ്കിൽ അച്ചാർ ഇത്ര രൂപ എന്നൊക്കെ പറയുമ്പോൾ പലരും വന്ന് അവരെ കളിയാക്കി, നിങ്ങളെന്തോ സ്വർണ്ണമാണോ വിൽക്കുന്നത്, ഇത്ര റേറ്റ് ഉണ്ടോ, ഞങ്ങൾക്ക് 300 രൂപയ്ക്ക് മുളക് പൊടി കിട്ടും, ഞങ്ങൾക്ക് 250 രൂപയ്ക്ക് കിട്ടും, കാശ്മീരി ഞങ്ങൾക്ക് 350 രൂപയ്ക്ക് കിട്ടും, ഇങ്ങനെയൊക്കെ അവരെ കളിയാക്കുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജീവിതത്തിൽ നല്ല സാധനം കഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക്, നമുക്ക് പൊതുവെ അറിയാം, ഇപ്പൊ പലർക്കും അസിഡിറ്റി, നെഞ്ചെരിച്ചിൽ, പുളിച്ചത് കട്ടൽ, ഈ സ്പൈസി ഫുഡ് കഴിക്കാൻ വയ്യ. അങ്ങനെയുള്ളവരൊക്കെ നല്ല വില കൊടുത്ത് നല്ല ക്വാളിറ്റി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് ഉപയോഗിച്ച് ഈ കറി വെച്ച് നോക്കിക്കേ, നിങ്ങൾക്ക് ഒരു പ്രശ്നവും കാണത്തില്ല. എനിക്ക് അങ്ങനെ 3-4 കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഈ ബോംബെക്ക് ഫ്ലൈറ്റ് വഴി അയക്കണമെന്ന് പറഞ്ഞ് 2 ദിവസം കൊണ്ട് കിട്ടണ സാധനം തീർന്നു, അത്യാവശ്യമാണെന്ന് പറഞ്ഞു, അങ്ങനെ അയക്കുന്നതാണ്. അപ്പൊ ക്വാളിറ്റി സാധനങ്ങളുടെ വാല്യൂ അറിയാവുന്നവർക്ക് പൈസ പ്രശ്നമല്ല. ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ് കുറേ ഉണ്ട് കേട്ടോ. ഈ എന്റെ കയ്യിൽ നിന്ന് സാധനം മേടിക്കുന്ന ആള് തന്നെ വർഷങ്ങളായിട്ട് പല മുളക് പൊടിയും പലയിടത്തു നിന്നും മേടിച്ച് പലതും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്റെ കയ്യിൽ നിന്ന് മുളക് പൊടി ഒന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കി വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു മീൻകറി കൂട്ടി എന്നൊക്കെ എനിക്കൊരു മെസ്സേജ് ഇട്ടു. എന്റെ കാര്യത്തിലാണെങ്കിലും, ഞാൻ ബോംബെ വെച്ചാണെങ്കിലും എന്ത് ഫുഡ് കഴിച്ചാലും നെഞ്ചരിച്ചിൽ, പുളിച്ചോട്ടിൽ, പ്രത്യേകിച്ച് രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെയാണ് എരിയുള്ള ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഞാൻ കഴിക്കാറേ ഇല്ല, പേടിയാണ്, ഉറങ്ങാൻ പറ്റത്തില്ല നെഞ്ചരിച്ചിൽ കാരണം. അങ്ങനെ അസിഡിറ്റിയുടെ ഒരു ടാബ്ലറ്റ് ഉണ്ട്, ഡെയിലി അത് കഴിച്ചെങ്കിലേ എനിക്ക് പറ്റത്തുള്ളായിരുന്നു. പക്ഷെ ഇവിടെ നാട്ടിൽ വന്ന് നല്ല പൊടികളൊക്കെ യൂസ് ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് അതിന്റെ ഗുട്ടൻസ് ഇതാണെന്ന്, അതായത് അതിന്റെ സീക്രട്ട് ഇതാണെന്ന്. നല്ല മസാല യൂസ് ചെയ്താല് നമ്മൾക്ക് വയറിന് ഒരു പ്രശ്നവും വരത്തില്ല. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, എന്റെ കയ്യിൽ നിന്ന് മേടിക്കണമെന്നല്ല, നിങ്ങളുടെ നാട്ടില് നല്ല സാധനങ്ങൾ കൊടുക്കുന്ന ധാരാളം പേര് കാണും, അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് മാറ്റി പിടിച്ചേ, നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് മനസ്സിലാവും. അതുപോലെ തന്നെ എന്റെ കയ്യിൽ നിന്ന് അച്ചാർ മേടിക്കുന്ന പലരും, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാം, എന്റെ അടുത്ത് പറയുന്നതാണ്, ബെൻസി അച്ചാർ വായി വെക്കുമ്പോഴേ അറിയാം അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്, എന്ത് നല്ല മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെന്ന് അത് വായിൽ വെക്കുമ്പോഴേ അറിയാം. വയറിന് ഒരു പ്രശ്നവും ഇല്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഒരു പ്രശ്നമില്ല. അത് അത്ര നല്ല സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. നല്ല സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് വില കൂടും. മുളക് പൊടിക്കായാലും മല്ലിപ്പൊടിക്കായാലും നല്ല സാധനങ്ങൾക്ക് വില കൊടുത്തേ പറ്റത്തുള്ളൂ. ഹലോ ഹലോ, എന്തു വിശേഷം? ഏ, രാവിലെ ജോലിയൊന്നും ഇല്ലയോ? ഇരുന്നുറങ്ങുന്നേ? ഏ, ജോലിയൊന്നും ഇല്ലയോന്ന്? പിന്നെ ജോലിയൊന്നും ചെയ്തിരുന്ന ഉച്ചയ്ക്ക് എന്തോ കഴിക്കും? എടി, ഉച്ചയ്ക്ക് നീ എന്തോ തിന്നും? എല്ലാം വെച്ച് കഴിക്കാം അങ്ങോട്ടോ. നിനക്ക് ഉച്ചക്കത്തേക്കൊന്നും വെക്കണ്ടേ? നിനക്ക് ജോലിയൊന്നും ഇല്ലേ? എടി, അടുക്കള കയറി വല്ല ജോലിയും ചെയ്യും അങ്ങോട്ട്. ഉച്ചയ്ക്ക് വല്ലതും തിന്നണമെങ്കിൽ വാ, വല്ലതും അരിഞ്ഞതാ, പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചേക്കുന്നൊന്ന് അരിഞ്ഞതാ. മീൻ വെട്ടാൻ തരട്ടെ അങ്ങോട്ട്? ഏ, മീൻ വെട്ടി തരുമോ? മീൻ വെട്ടി തരുമോന്ന്? ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ കാര്യം നടക്കുന്നേ? ഏടി പെണ്ണേ, ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെ കാര്യം നടക്കുന്നേന്ന്? എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യ്. ചൂലെടുത്ത് തരട്ടെ? മുറ്റം തൂക്കാമോ? നിനക്ക് ഉച്ചയ്ക്കും രാവിലെയും വൈകിട്ടും ഒക്കെ തരുന്നതില്ലയോ? ചൂലെടുത്ത് തരട്ടെ? മുറ്റം തൂത്തുക. അത്രയും എന്നെ ഒന്ന് സഹായിക്കൂ. എടി പെണ്ണേ, ഇങ്ങനെ കിടന്നാൽ ശരിയാവത്തില്ല. നീ കള്ളക്കിടപ്പ് കിടക്കുക. നീ ഇത് കള്ളക്കിടപ്പ് കിടക്കുക. നിന്നെ വക്ക് പറയാതിരിക്കാൻ എനിക്കറിയാം. എടി പെണ്ണേ, എടി, ഇത് കള്ളക്കിടപ്പാന്നേ, ഇത് കള്ളക്കിടപ്പാന്നേ. ഇതൊന്നും പറയാതിരിക്കാനുള്ള അടവാന്നേ. എനിക്കറിയാമേ, എനിക്കറിയാം. ഇതടവാ. അടുക്കള കയറി എന്നെ സഹായിക്കാൻ പറഞ്ഞതിനാണോ നീ കിടക്കുന്നേ? നീ നിനക്ക് മടിച്ചിയ?
നീ മടിച്ചിയാ? ഓ, രാവിലെ വെയിൽ കൊള്ളാൻ കിടക്കുന്നു. വൈറ്റമിൻ ഡി കിട്ടാൻ കിടക്കുന്നവള് വെയിലത്ത്, ഇളം വെയിൽ കൊള്ളാൻ. നീ അതിന് മുമ്പ് ഉറങ്ങിയോടി? നീ അതിന് മുമ്പ് ഒങ്ങിയോന്ന്? ആ ആ മര്യാദയ്ക്ക് ജോലി വല്ലതും ചെയ്ത് തന്നോണം. ഉച്ചയ്ക്ക് വല്ലതും തിന്നണമെങ്കിൽ. അല്ല, ഞാൻ ഒന്നും തരത്തില്ല. എന്തോ ചെയ്തോ ഞാൻ അനങ്ങത്തില്ലെന്നും പറഞ്ഞ് കിടക്കും. അപ്പൊ എന്നത്തെ പോലെ ഇന്നത്തെ വ്ലോഗ് ഒരു ദിവസത്തെ അല്ല, പല ദിവസത്തെയാണ് കേട്ടോ. കാണുന്നവർക്ക് തോന്നും എന്താണ് ഇതിങ്ങനെ ഇതിന്റെ അടുത്ത് വർത്താനം പറയുന്നത്. എനിക്ക് സ്ട്രെസ് കുറയ്ക്കാനുള്ള ഒരു ഉപകരണമാണ് ഇപ്പൊ ഇവള് കേട്ടോ. ഡെയിലി ഇപ്പം വരാറുണ്ട്. എന്ന് ഇവളോട് കുറേ നേരം ഞാൻ കാര്യം പറഞ്ഞിരിക്കും. ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇവളെ ഇഷ്ടമുള്ള ഒത്തിരി പേരുണ്ട്. ഇപ്പൊ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് വരാറുണ്ട്. കിങ്ങിണി നല്ല വീട്ടിലെ മെമ്പറിന്റെ കൂട്ടായല്ലോ, കിങ്ങിണിയെ ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ. സൗണ്ട് കേട്ടോ, ചിൽ ചിൽ ചില്ല് സൗണ്ട് കേട്ടോ. ഒന്ന് ഒടിച്ചാൽ മതി. ഉണ്ടോ? ഞാൻ ഇവളുടെ വീഡിയോ എടുക്കുമ്പോൾ ദിവസം വഴക്ക് പറയും കേട്ടോ. എന്തിനാ എന്നും ഈ വീഡിയോ എടുക്കുന്നേ, എന്നും എന്തിനാ അതിന്റെ വ്ളോഗിൽ ഇടുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണമെങ്കിൽ ഞാൻ കിങ്ങിണിയുടെ വീഡിയോ ഇടത്തില്ല, കാണിക്കത്തില്ല കേട്ടോ. കാരണം വീഡിയോ കാണുന്നവരുടെയും താല്പര്യങ്ങളെയും മാനിക്കണമല്ലോ. അപ്പോ ഇതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, മുളക് കഴുകി ഉണക്കി ഞാൻ വെക്കാറുണ്ട് വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി. അങ്ങനെ കുറച്ച് കഴുകി ഉണക്കി, നല്ല വെയിലുണ്ടല്ലോ ഇപ്പോ, അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. ഞാനിത് യൂസ് ചെയ്യുന്നത് കടുക് താളിക്കാനും, അതുപോലെ തന്നെ കുറച്ച് എടുത്ത് ഞാനിത് ഇതുണ്ടല്ലോ, ക്രഷ് ചെയ്ത് വെക്കും. ചില്ലി ഫ്ലെക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ മുളക് ചതച്ച് വെച്ചെന്ന് പറയാം, എങ്ങനെ വേണേലും പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്ത് വെക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. കഴുകി ഉണക്കി വൃത്തിയാക്കി ഒരു കുപ്പി ജാറിനകത്താക്കി വെക്കാറുണ്ട്. അപ്പൊ ഞാൻ മസാലയുടെ കാര്യം പറഞ്ഞത് ദയവേത് ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. എന്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ വേണ്ടി പറഞ്ഞതാണ്, ഒരിക്കലുമല്ല. കാരണം പലരും ആരുടെയും തെറ്റിദ്ധാരണയാണ്. കാരണം വില കൂടുതൽ വെറുതെ എടുക്കുന്നു, അത്രയൊന്നുമില്ല. പക്ഷെ അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ്. ഞാനിപ്പം ബോംബെയിലെ കാര്യം പറഞ്ഞല്ലോ. ബോംബെയിലെന്ന് വെച്ചാല് ഞാൻ അവിടുത്തെ മസാല, അവിടെ പൊടിച്ചു കിട്ടുന്ന മില്ലുണ്ട്, അവിടെ നിന്നായിരുന്നു ഞാൻ മേടിച്ചുകൊണ്ടിരുന്നതും. അതും നല്ല അന്യായ വില കൊടുത്ത് തന്നെയായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്കത് സാധനം കിട്ടാത്ത സ്ഥലത്താവുമ്പോൾ അത് മേടിച്ചേ പറ്റത്തുള്ളൂ. പിന്നെ ഇപ്പോഴാണ് കൊറിയർ ഇത്രേ ആയി തുടങ്ങിയത്. ഞാൻ ബോംബെയിലുള്ള സമയത്തൊന്നും ഇത്രയൊന്നും കൊറിയർ അയപ്പോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അത്യാവശ്യം നാട്ടിലോട്ട് എന്തെങ്കിലും അയക്കണമെങ്കിൽ പോലും അവരത് നെറ്റിൽ സെർച്ച് ചെയ്ത്, പിൻകോഡ് സെർച്ച് ചെയ്ത്, സ്ഥലം ചോദിച്ച്, നിങ്ങളുടെ അടുത്ത സ്ഥലം അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ച് എന്ത് ബുദ്ധിമുട്ടിയാണോ കൊറിയർ അയച്ചുകൊണ്ടിരുന്നത്. ഇപ്പം കൊറിയർ എന്നൊക്കെ പറയുന്നത് എന്താണ്, ഹായ് ബൈ, അങ്ങനെയാണ്. എങ്ങനെ വേണേലും ലോകത്തിന്റെ ഏത് ഭാഗത്ത് വേണേലും നമുക്ക് അയക്കാം. ഇത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്യാതെ തന്നെ എനിക്കൊന്ന് കൈ കൊണ്ട് പൊടിച്ചാൽ പണി കിട്ടുമെങ്കിലും ഇതേണ്ടേ, ഇങ്ങനെ തന്നെ പൊടിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അത്രയ്ക്ക് കരുകരിപ്പുണ്ട്. ജസ്റ്റ് ഒന്നത് ഇങ്ങനെ നാക്കിയാൽ മതി. കൈ കഴുകണം, അല്ലേ എനിക്ക് പണി കിട്ടും കൈക്ക്. എൻ്റെ മിക്സിയും കേടായി, അതിൻ്റെ ആ പൾസ് ഓപ്ഷൻ വർക്കാവുന്നില്ല. അതുകൊണ്ട് അരയ്ക്കുന്നത് തന്നെ ചെറുതായിട്ടൊന്ന് കറക്കിയാണ് ഞാൻ എടുക്കുന്നത്. മുളക് ഏകദേശം ഒരു ഉണക്കാവുമ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ ഒന്ന് തടവി, വെളിച്ചെണ്ണ അതിനകത്ത് ഇച്ചിരി ഒഴിച്ചിട്ടേ ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്നുകൂടി നല്ലതുപോലെ വെയിൽ കൊള്ളിപ്പിച്ചാൽ മതി. അതാണ് ഈ നല്ല കളറും കിട്ടുന്നത് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അപ്പം ഇത്തിരി ഒന്ന് കൂടുതൽ പൊടിഞ്ഞു പോയി. ഞാൻ പറഞ്ഞല്ലോ, പൾസ് ഓപ്ഷൻ എൻ്റെ മിക്സിക്കകത്ത് ഇല്ല. അതുകൊണ്ട് ഇത്തിരി കൂടുതൽ പൊടിഞ്ഞോ എന്നൊരു സംശയം ഇല്ലാതില്ല. ബാക്കിയുള്ളത് ഇതുപോലെ കുപ്പി ഭരണിക്കകത്ത് ആ ചൂടോടെ തന്നെ കുപ്പി ജാറിനകത്താക്കി വെച്ചാല് ആ മുളക് നമ്മള് ഒടിച്ചു കാണിച്ചില്ലേ, അതുപോലെ നല്ല കരികരിപ്പോട് കൂടി തന്നെ ആ ബോട്ടിലിരിക്കും കേട്ടോ. അപ്പൊ ഞാനിപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്, അതാണ്. അപ്പൊ ആദ്യ ദിവസം ഇത്രയും കുറച്ച് പൊടിച്ചു വെച്ചു. അതിനുശേഷം വീണ്ടും മൊത്തത്തിൽ ഞാനങ്ങ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബോട്ടിൽ എന്ന് പറയുന്നത് ഞാൻ ബോംബെ വെച്ച് ഡിമാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അതിനെ പിന്നെ അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ എടുക്കുന്നത്. ഞാൻ ഒരെണ്ണം എടുത്താൽ മതി എന്നല്ലേ പറഞ്ഞു? ഒരെണ്ണം എടുത്താൽ മതി എന്നല്ലേ ഞാൻ പറഞ്ഞു? ആണോ? അതാ അറിയാതാണ്. അതിനകത്ത് സെന്റും പെർഫ്യൂമും ഒക്കെ ഉണ്ട്, കെമിക്കലും ഒക്കെ. പക്ഷെ അവർക്ക് ഇതേ ഉള്ളൂ, അവർക്ക് അറിഞ്ഞൂടാ. എനിക്കൊന്ന് ശബരി കാണുമായിരിക്കും. ഞാൻ പറയുമ്പോഴ അല്ല, അതുകൊണ്ട് വേറെ എവിടുന്നേലും മേടിക്കാം. ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് റിട്ടേൺ ചെയ്ത് പൈസയും മേടിക്കാം. അടുപ്പ് കിട്ടിയോ? അടുപ്പ് കൊടുത്തേക്കുന്നു. ഇന്ന് കിട്ടത്തില്ലേ?
വൈകുന്നേരം തരാന്നാ പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞ് തരണേന്ന് പറഞ്ഞു. കൊല രാഴ്ച കടയിലുണ്ട്, ചൂളയ്ക്ക് വെക്കാത്ത നല്ല വച്ചിട്ടുള്ള കഴിയുമ്പോൾ എത്ര ഉണ്ടെന്ന് പറയും ഒരു കൊല. ഒരുമാതിരി മഞ്ഞ വെച്ചേക്കും. പഴുത്തായിരിക്കണേ. അല്ല, അപ്പോഴത്തേക്ക് പഴുത്ത് പോകുമെന്നുള്ള പേടിയാ. നല്ല കായുവാ, നാടൻ കാ. ഞാൻ വിചാരിച്ച് ഗ്യാസ് ഇതുകൂടെ എടുക്കുമായിരിക്കും, അതായിരിക്കും ലേറ്റ് ആവുന്നതെന്ന്. പിന്നെ വെയിലടിക്കണ്ടായിരുന്നു അധികം. വെയിലടിക്കാതെ ഇങ്ങ് വന്നു. ഗ്ലാസ് അടയ്ക്കണേ, അല്ലെന്നുണ്ടെങ്കിൽ മൊത്തം കാക്ക കൊണ്ടുപോകും. രൂപ ആ കളറിന്. അപ്പൊ ഇതിന് ഇതെല്ലാം വില കുറവാ. സ്പെഷ്യൽ കളറ്, കോമൺ കളറിന് പൈസ കുറവാ. സ്പെഷ്യൽ കളറിന് ചെയ്യുന്നതിന് പൈസ ഞാൻ പറഞ്ഞു വേണ്ടത്. ഈ വെള്ള പെയിന്റ്, ഈ ക്രീം കളർ പെയിന്റ് ഉണ്ടോ ഇവിടെ? ഈ കളർ ബാക്കി ഇവിടെ കാണാൻ ഇരിപ്പുണ്ടോ? ഇല്ല. എന്താ എന്താണ്? അടുക്കളയുടെ മതിൽ, അടുക്കളയുടെ അവിടെ നിന്ന് ഇറങ്ങുന്ന അവിടെ ഇച്ചിരി അഴുക്കുണ്ടായിരുന്നു, അവിടെ ഇച്ചിരി നടിപ്പിക്കാനായിരുന്നു. അത് ഇത് മതിയോ? എന്താ കളറോ? ഈ ചോപ്പ് ഒരു വെറൈറ്റി. ഗുണ്ട് കുറേ നാളായി ഗുണ്ട് തിന്നിട്ട്. ഗുണ്ട് അയ്യോ, കുറേ നാളെന്നല്ല, നാട്ടിൽ വന്നിട്ട് ഞാൻ കഴിച്ചിട്ടേ ഇല്ല ഗുണ്ട്. കൊച്ചുകൾ വന്നപ്പോഴും കണ്ടോ പ്രാവശ്യം മേടിച്ചതേ ഉള്ളൂ. അതിൻ്റെ മണ്ട കൊണ്ടുവച്ചു. പല സാധനങ്ങളും ഓൺലൈൻ ഓർഡർ ചെയ്യാറുണ്ടെങ്കിലും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സംഭവമാണ് ഇത് കേട്ടോ. പിന്നെ എന്റെ ഇഞ്ചി കൊതുകുതിരി സ്റ്റാൻഡ് കണ്ടിട്ട് ആർക്കെങ്കിലും കമന്റ് ഇടാൻ തോന്നുന്നു എങ്കിൽ ഡോണ്ടു ഇത് കണ്ടിട്ട് മതി കേട്ടോ. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കിങ്ങിണിയുടെ അടുത്ത് വർത്താനം പറയുന്ന കണക്ക് നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്താ വട്ടാണോ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന്. ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ. കാരണം എപ്പോഴും ഞാന് ഇപ്പൊ ഈ അടുപ്പിച്ച് 1-2 വ്ളോഗില് ഞാൻ പറഞ്ഞിരുന്നല്ലോ, എന്നെ ഭയങ്കര ഒരു ഭീകരിയായിട്ടാണ് എല്ലാവരും കണക്കാക്കിയിരിക്കുന്നത്. തമാശ പറയാറില്ല, ചിരിക്കാറില്ല. അത് വ്ളോഗില് ഞാൻ അങ്ങനെ എടുക്കുന്ന അതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള എന്റെ കോപ്രായങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾ മിക്കവാറും പറയും ഇതെന്തോ വട്ടാണോ എന്ന് ചോദിക്കും. അത്തരത്തിലുള്ള സ്വഭാവങ്ങളും എനിക്കുണ്ട്. അത് പക്ഷേ ജോസാന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ, വേറെ ആർക്കും അറിയില്ല അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങള്. അപ്പൊ അതാണ്ടേ നമ്മുടെ കൊതുകുതിരി സ്റ്റാൻഡ് വന്നിട്ടുണ്ട്. ഞാൻ ഈ ഇഞ്ചിക്കകത്ത് കത്തിച്ചു വെക്കുന്നത് ഇഞ്ചി, സവോള, ഉരുളക്കിഴങ്ങ് ഇതൊക്കെയായിരുന്നു എന്റെ കൊതുകുതിരിയുടെ അല്ലെങ്കിൽ സാമ്പ്രാണിത്തിരിയുടെ സംഭവങ്ങൾ. ഒരെണ്ണം 90-95 രൂപയാണ് കേട്ടോ. 2 എണ്ണത്തിന്റെ ഓഫറായിരുന്നു, അങ്ങനെ മേടിച്ചതാണ്. എനിക്ക് ഈ സംഭവം ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ സംഭവം നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. നല്ല യൂസ്ഫുൾ എന്ന് വെച്ചാൽ ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം ബെഡ്റൂമിൽ. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ഈ പായലൊക്കെ ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതിന്റെ ആ മെഷീന്റെ ഒക്കെ കാണിച്ചില്ലായിരുന്നോ? അപ്പൊ ഞാൻ ഓൾറെഡി നമ്മുടെ പ്രോഡക്റ്റിൽ ഇത് ടാഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടവർക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. അതിൽ 2 പ്രോഡക്റ്റ് ആണ് ഞാൻ ടാഗ് ചെയ്തിരിക്കുന്നത്. അതിലെ റേറ്റ് കുറവുള്ളതാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാർ വാഷിന് വേണ്ടിയുള്ള ലിക്വിഡ് അതിൽ ഒഴിച്ചിട്ട് വാഷ് ചെയ്യാൻ വേണ്ടിയുള്ളതാണേ. അപ്പം ഞങ്ങളുടെ ഫ്രണ്ട് മുറ്റത്ത് ഇന്റർലോക്ക് ഇട്ടേക്കുന്നത് പകുതി ഷീറ്റ് ഇട്ടിട്ട് പകുതി ഓപ്പൺ ആണ്. ഷീറ്റ് ഇട്ടെടുത്ത ഇന്റർലോക്കിന്റെ കളറൊക്കെ വളരെ മോശം. അതായത് മഴ പെയ്യുമ്പോ വെള്ളം വീണും നനയുന്നില്ല, അഴുക്ക് പോകുന്നില്ല, ചവിട്ടി തേക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ. അതുപോലെ തന്നെ കടയിൽ സാധനങ്ങൾ വരുന്ന വണ്ടികൾ മൊത്തം ഇങ്ങോട്ട് കയറി വരാറുണ്ട്. അതായത് കടയില് കമ്പനി വണ്ടികളൊക്കെ വരാറുണ്ടല്ലോ സാധനങ്ങൾ കൊണ്ട്. അപ്പൊ അത് ഇന്ന് പരീക്ഷിക്കുവാണ്. നമ്മുടെ ഫ്ലോർ ക്ലീനർ അതിനകത്ത് ഒഴിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് എന്തെങ്കിലും മാറ്റം വരുമോ, അഴുക്ക് ഉരച്ച് കളഞ്ഞാൽ പോകുമോ എന്നറിയാൻ വേണ്ടിയാണ്. പക്ഷെ വലിയ ഗുണമൊന്നും കണ്ടില്ല. എന്നിട്ട് ആ മെഷീൻ വെച്ച് അടിച്ചു കളയാൻ വേണ്ടി
ഞങ്ങൾ ഈ മെഷീൻ ഫ്ലിപ്കാർട്ട് വഴി മേടിക്കുമ്പോൾ 5,900 രൂപയ്ക്കാണ് മേടിച്ചത് കേട്ടോ. ഇപ്പം പലരും മേടിച്ച് ഇത് ഏകദേശം ഒന്ന് ഫേമസ് ആയി കഴിഞ്ഞെന്ന് തോന്നി ഈ സംഭവം. ഇപ്പൊ അതിന് ഇത്തിരി റേറ്റ് കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, റേറ്റ് കൂടിയതും ഉണ്ട് കുറവും ഉണ്ട്. പവർ കൂടുന്നതിനനുസരിച്ചാണ് റേറ്റ് കൂടുന്നത്. അത് ഈ കുറഞ്ഞ റേറ്റിന്റെ 6,000 ചില്ലറയുടെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടിയ എമൗണ്ടിന്റെ വേണമെങ്കിലും മേടിക്കാം. അതനുസരിച്ച് ഫോഴ്സ് കൂടും. ഇതിന്റെ ഫോഴ്സ് കൂടുന്നതിനനുസരിച്ചാണ് ക്ലീൻ ആവുന്നതേ. അപ്പൊ ഞങ്ങള് ആ ടൈലിനകത്ത്, സോറി, ഇന്റർലോക്കിനകത്ത് ചെയ്ത് നോക്കിയിട്ട് വലിയ വ്യത്യാസമൊന്നും വന്നില്ല, അഴുക്കൊന്നും പോയില്ല. ഞാൻ ആ യൂട്യൂബിൽ കുറെ വീഡിയോസ് കണ്ടിരുന്നു ഇന്റർലോക്കിന്റെ അഴുക്കൊക്കെ പോകാനുള്ള എന്തൊക്കെയോ സംഭവങ്ങൾ. പക്ഷെ ഇപ്പൊ ഓർമ്മയിലില്ലായിരുന്നു. ഞാൻ പറഞ്ഞ ദിവസം ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് തന്നെ ഒരു പ്രാവശ്യം ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനുശേഷം ഞങ്ങൾ തന്നെ ഇത് ഒന്ന് പോളിഷ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു കേട്ടോ. കാരണം ഈ ഷീറ്റ് ഇട്ടണമായതുകൊണ്ട് ഒട്ടും മഴ നനയുന്നില്ലല്ലോ. എന്നിട്ട് എന്നും രാത്രി ജോസാന് വെള്ളം അടിച്ച് കഴുകിയിട്ടാണ് കയറുന്നത്. കടയടയ്ക്കുമ്പോൾ ഇവിടെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടാണ് കയറുന്നത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിരുന്നു. ആരൊക്കെ ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല എന്റെ ഈ അടുക്കള വശത്തെ ഈ തെങ്ങ് കായ്ച്ചത് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാരും വീഡിയോ കണ്ടിന്യൂസ് കാണണമെന്നില്ലല്ലോ, സ്കിപ്പ് അടിച്ചൊക്കെ ആയിരിക്കുമല്ലോ കാണുന്നത്. എങ്കിലും എന്റെ സന്തോഷം ഞാൻ വീണ്ടും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാണ്. എന്റെ തെങ്ങ് പൂത്തു, ഒരു കൂമ്പ് വന്നിട്ടുണ്ട്. ഇപ്പൊ അതിന്റെ പൂവൊക്കെ വിടർന്ന് വന്നിട്ടുണ്ട്. ഞാൻ എന്നും പോയി അതിനെ നോക്കും കേട്ടോ, എന്റെ അടുത്ത കാര്യം പറയും. അപ്പോ ഞങ്ങൾ ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്ന സമയം തന്നെ ഇങ്ങനെ പല കാര്യങ്ങളല്ലേ സംസാരിക്കുന്നത് കഴിഞ്ഞ വ്ളോഗില്. അപ്പൊ ജോസാൻ എന്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് ഇവിടെ ഇത്തിരി ഒന്ന് പെയിന്റ് അടിച്ചാലോ എന്ന്. എന്റെ മനസ്സിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. കാരണം ഇത് വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ അവിടെ അടുക്കള വശത്ത് ആ സ്റ്റോർ ചെയ്തപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് വൈറ്റ് വാഷ് അടിച്ചിട്ടതാണ്. അന്നേരം ഞാൻ പറഞ്ഞു എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് പെയിന്റ് അടിക്കണമെന്ന്. അങ്ങനെ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കേട്ടോ, ഇത്രയിടം ഭാഗം മാത്രം ഒന്ന് പെയിന്റ് ചെയ്യാന്നുള്ള. അപ്പൊ അതിന്റെ കളറിന്റെ കാര്യമാണ് ജോസൻ നേരത്തെ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ പറഞ്ഞത്. അപ്പൊ കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ, ഈ ബാക്ക് സൈഡ് ഒന്നും ഞാൻ തൂത്ത് വാരിയിട്ടില്ല, അതൊക്കെ രാവിലെ തൂത്ത് വാരണം എന്ന്. അപ്പൊ ഇന്നത്തെ പണി എന്റേത് അതാണ്. അതുകൊണ്ട് അടുക്കളയിൽ കയറി വലിയ പരിപാടികളൊന്നുമില്ല. ഇവിടെ എല്ലാം തൂത്ത് വൃത്തിയാക്കണം. കൂട്ടത്തിൽ പെയിന്റിങ് നടക്കുന്നു. അതിന്റെ ഒരു സൈഡിൽ കൂടെ അവരുടെ പണി നടക്കുന്നു, ഒരു സൈഡിൽ കൂടെ എന്റെ പണി നടക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മുടെ സെഫിൻ വരും ഹെൽപ്പ് ചെയ്യാൻ. അതും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ പുതിയൊരു മെഷീൻ ജോസൻ ഇറക്കിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ തന്നെ പറഞ്ഞിരുന്നു, മേളിൽ നിന്ന് ആ കരിയിലെ അടിച്ചു കളയാൻ ഒരു മെഷീൻ മേടിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു. ഇത് സൂപ്പർ സ്റ്റീൽ എന്നുള്ള ഒരു ബ്രാൻഡ് നെയിം ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ സെയിം ബ്രാൻഡ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നോക്കിയിട്ട് കണ്ടില്ല. ഇത് കൊട്ടാരക്കര ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 4,000 രൂപയോളമായി. മുറ്റത്ത് കരിയില ഭയങ്കരമായിട്ടുള്ളവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണിത്. എക്സാമ്പിൾ സഹിതം കാണിക്കുന്നുണ്ട്. ഇവിടെ ഒക്കെ ഞാൻ അല്ലാതെ തന്നെ തൂത്ത് വൃത്തിയാക്കിയതാണ് കേട്ടോ. കാരണം ഓലമടലും ഒക്കെ വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതെല്ലാം ഒതുക്കിയിട്ട് ആ മെഷീൻ കൊണ്ട് അടിക്കാതെ തന്നെ ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്തതാണ്. ഇവിടെ ഒരു സൈഡിൽ കൂടെ വൈറ്റ് വാഷ് അടി നടക്കുന്നു. എനിക്ക് ഇങ്ങനെ പെണ്ണേ, ഇതെന്റെ കാലാടി. എന്റെ കാലിന്റെ കീഴിൽ കൊണ്ട് മുഖം വെച്ചേക്കുന്നു. എടി കിങ്ങിണി പെണ്ണേ, എടി കിങ്ങിണി. ആ എന്നാ തലേണയാ, നിന്റെ തലേണയാണ് വെച്ചോ. നിന്റെ തലേണ കിടന്നു അവിടെ. തലേണയാണ് എൻ്റെ കാല്. കിങ്ങിണി മോളേ, ചുന്നരി മോളേ, ചിങ്ങരി മോളേ. ഞാൻ ചെക്കൻ പഞ്ഞ കേട്ടോ, എന്തിനാ നിന്റെ വീഡിയോ എടുക്കുന്നേന്ന് പഞ്ഞ കേട്ടോ, എന്തിനാ നിന്റെ വീഡിയോ എടുക്കുന്നേന്ന്. ഈ കളർ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചിരി വരുന്നുണ്ടോ, കളിയാക്കാൻ തോന്നുന്നുണ്ടോ? ജോസൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ. ഞാന് മെറൂൺ കളറാണ് സെലക്ട് ചെയ്തത്. അപ്പൊ അതിന്റെ കാര്യമാണ് ജോസാൻ പറഞ്ഞത്. അത് മിക്സ് ചെയ്ത് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ റേറ്റ് കൂടുതലാണ്. ഈ സൈഡില് മൊത്തം അഴുക്കായിരുന്നു. അതുപോലെ തന്നെ കതവ് തുറന്നിറങ്ങുന്ന ആ രണ്ട് സൈഡും അഴുക്കുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഓൾറെഡി ക്രീമായിരുന്നു. അപ്പൊ എങ്കിൽ ഞാൻ വിചാരിച്ചു ഈ സൈഡ് ബാക്കിയുണ്ടല്ലോ, എങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെ തന്നെ കിടന്നോട്ടെ എന്ന്. പിന്നെ ഇത്തിരി പെയിന്റ് ബാക്കിയുള്ളതുകൊണ്ട് എങ്കിൽ അങ്ങ് അടിച്ചേക്കാൻ പറഞ്ഞതാണ്. എനിക്ക് വലിയ മോശമായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. മറ്റേത് മിക്സ് ചെയ്ത് കടയിൽ നിന്ന് മേടിക്കുവാണെങ്കിൽ റേറ്റ് കൂടുതലാണ്. അത് ഇവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു അങ്ങനെ എന്തിനാങ്കിൽ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നു, ഞങ്ങൾ അത് കളറ് കറക്റ്റ് ആക്കി തരാമായിരുന്നല്ലോ എന്ന്. അതറിയില്ലായിരുന്നു സംഭവം. ഞാൻ നല്ലൊരു മെറൂൺ കളറായിരുന്നു സെലക്ട് ചെയ്തത്. അത് കിട്ടാഞ്ഞത് കൊണ്ട് പിന്നെ ഈ റെഡ് ഓക്സൈഡിന്റെ ഒരു കളർ ഉണ്ടല്ലോ, പിന്നെ ഇന്റർലോക്കിന് ആ കളർ ആയതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് നല്ല മാച്ചിങ് ആയിട്ട് തോന്നി കേട്ടോ. നല്ലൊരു എടുപ്പും ഉണ്ട്. വീഡിയോ എടുക്കുമ്പോൾ നല്ലൊരു എടുപ്പുണ്ട്. എന്റെ അച്ചാർ ഇടുന്ന ഇതാണ് നമ്മുടെ എന്താണ് സ്റ്റൗ, അതിന്റെയും പെയിന്റ് ഒക്കെ പോയായിരുന്നു. സ്പ്രേ പെയിന്റ് ആണ് കേട്ടോ. ആ ഒരു ബോട്ടില് അത് മൊത്തത്തിൽ അടിക്കാൻ തികഞ്ഞില്ല എന്നുള്ളതാണ്.
ആ, നന്നായിട്ട് അടിക്കാൻ കഴിഞ്ഞില്ല ഒരു ബോട്ടിൽ സ്പ്രേ പെയിന്റ്. അപ്പൊ അതും കൂട്ടത്തിൽ ചെയ്തെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്റർലോക്ക് ചെയ്യാത്ത ഒരേ ഒരു ഭാഗം ഇതാണ്, ഈ മുറ്റം. അത് ചെയ്യാൻ എനിക്ക് താല്പര്യവും ഇല്ല, ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. അപ്പൊ കണ്ടില്ലേ, സെഫിൻ ഇത് കയ്യിൽ കിട്ടിയാല് അവന് തന്നെ ചെയ്യണം, നമ്മളത് തൊടാൻ സമ്മതിക്കത്തില്ല. പിള്ളേർക്കൊരു രസം. പക്ഷെ കരിയിലയുടെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളവര്, ഇതുപോലെ റബ്ബറിന്റെ നടുക്കാണ് നിങ്ങളുടെ ജീവിതം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെഷീൻ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. ഭയങ്കര കരിയില, ഞാൻ പറഞ്ഞില്ലേ മണ്ടേന്ന് 4 സൈഡിൽ നിന്നും അടിച്ചിറക്കിയ കരിയിലകൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് നമ്മുടെ ചെടിക്കൊക്കെ അതിന്റെ മൂട്ടിലൊക്കെ ഇത്തിരി ആ കാറ്റ് കൊണ്ടാലും പ്രശ്നമില്ല, നല്ല പ്രഷറാണ് ഇതിന്. ആ, ഇതും മാർക്കറ്റിൽ 1000 രൂപ തൊട്ട് ഈ മെഷീൻ അവൈലബിൾ ആണ്. അപ്പം ജോസാൻ പറയുന്നത് അതിന്റെ വാട്ട്സ് കൂടുന്നതിനനുസരിച്ചാണ് പ്രഷർ വരുന്നത്. പ്രഷർ കൂടുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. എനിക്ക് ഇതേക്കുറിച്ച് ഇത്രേ പറയാൻ അറിയത്തുള്ളൂ കേട്ടോ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ മറ്റേ മെഷീന്റെ ഡീറ്റെയിൽസും ചോദിച്ചായിരുന്നു. കറണ്ട് ഒത്തിരി ആവുമോ, വെള്ളം ഒത്തിരി ആവുമോ, നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കറണ്ട് ആവുമെന്നേ. അതിൽ കൂടുതൽ എനിക്കും പറയാൻ അറിയില്ല കേട്ടോ. വെള്ളം നമ്മൾ എത്രയും ക്ലീനിങ് ചെയ്യുന്നു, വെള്ളം വേണമല്ലോ. അപ്പൊ അന്ന് അത്രയേ അടിച്ചു കഴുകി ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി മോട്ടർ അടിച്ചായിരുന്നു, കാരണം വെള്ളം അത്രയും വേണമല്ലോ. അപ്പൊ ഞാൻ ഇതുമായിട്ട് ഏകദേശം സാമ്യം വരുന്ന മെഷീൻ ഫ്ലിപ്കാർട്ടിൽ കാണുന്നുവെങ്കിൽ ടാഗ് ചെയ്തേക്കാം, ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അതിന്റെ സ്പെസിഫിക്കേഷനും എല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ട് മാത്രം മേടിച്ചാൽ മതിയേ. മതി, ഇനി വാരിയിടാം, അല്ല മണ്ടയിലോട്ട് കയറുക. ഇനി നമുക്ക് അപ്പുറത്ത് പോകണം. ഞാൻ മറ്റേ സൈഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഈ മുറ്റം ജോസാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് മാറ്റി വെച്ചിരുന്നതാ. അതാണ് അവൻ വന്നിട്ട് ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ്, ആരും പറയണ്ട ഇവിടുത്തെ മെഷീനൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് ഉപയോഗം, എവിടൊക്കെ ഇതിന്റെ പ്ലഗ് കുത്താം, എല്ലാം അവനറിയാം. അപ്പൊ അങ്ങനെ ആർക്ക് തരത്തില്ല, ചോദിച്ചാലും തരില്ല, അവര് തന്നെ ചെയ്യണം. അങ്ങനെ ചെയ്തതാണ് കേട്ടോ. അപ്പം അപ്പുറ സൈഡ് അവർ ചെയ്ത സമയം കൊണ്ട് ഞാനിവിടെ കരിയിലകളെല്ലാം തൂത്തുവാരി കത്തിക്കുകയാണ്. ഇത് ഫൈനൽ ക്ലീനിങ് ആണ് കേട്ടോ. കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ട് കുറെ പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ്, കുറെ മെസ്സേജുകൾ വാട്സപ്പിൽ ഇട്ടു. ഇവിടെ ഒരു സൈഡ് ഞാൻ വാരി ഇടാൻ പറ്റുന്നത് റിങ്ങിനകത്തിട്ട് കത്തിക്കുന്നു. കരിയില കത്തിച്ച് കത്തിച്ച് റിങ്ങി നിറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇവിടെ ഇട്ട് തന്നെ ഞാനങ്ങ് കത്തിച്ചു. ഫൈനൽ ക്ലീനിങ് അല്ല കേട്ടോ, അത്യാവശ്യം ഒന്ന് ഒതുക്കുന്നു, അത്രയേ ഉള്ളൂ. എന്താണ് 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 സംഭവം? എന്തിനാണ് കടയുന്നത്? എന്താണ്? എന്തുവാടി? എന്തുവാടി പെൺകൊച്ച്? അയ്യോ യോ, എൻ്റെ ദൈവമേ, അയ്യോ. അവൾക്ക് വേണ്ടി ചോറ് എടുക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവും അതെങ്ങനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അകത്തോട്ട് കയറത്തില്ല കേട്ടോ. ആ സ്റ്റെപ്പിന്റെ അവിടെ അത്രയും ഭാഗത്ത് അങ്ങനെ കറങ്ങി നിൽക്കും. ആരോ ഒരാൾ കമന്റ് ഇട്ടിരുന്നു, പൂച്ചയ്ക്ക് വേണ്ടി ഒരു പാത്രം എടുത്തൂടെയെന്ന്. അപ്പൊ നമ്മുടെ കിങ്ങിണിക്ക് വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ തമാശ, ആദ്യ ദിവസം അവള് പാത്രത്തിൽ തിന്നിട്ട് പോയിട്ട് 2-3 ദിവസത്തേക്ക് പിന്നെ അവളെ കണ്ടില്ല. പിന്നെ ഇപ്പൊ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് പാത്രത്തിൽ കഴിക്കാൻ അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ. കാരണം ദോശ ചപ്പാത്തിയൊക്കെ പാത്രത്തിൽ ഇട്ട് കൊടുത്താൽ അവൾ ആ പാത്രത്തിനകത്തുനിന്ന് പുറത്തെടുത്തിട്ടിട്ടാണ് തിന്നുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ എനിക്കൊരു കമന്റ് വന്നത്, ചേച്ചി മുറ്റം തൂക്കാൻ ആ ഈർക്കിച്ചൂലാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ടാണ് തൂക്കുന്നത് കേട്ടോ. ആദ്യത്തെ ഒരു ദിവസമുള്ള മറ്റേ ചൂല് കൊണ്ട് തൂത്തത്. അതിനുശേഷം ഈർക്കിച്ചൂലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവൾ ആദ്യം തന്നെ മീൻ കഷ്ണങ്ങൾ, മീനില്ലാതെ കഴിക്കില്ല കേട്ടോ. മീനില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാനത് ചോറ് കൊടുക്കത്തുമില്ല, കാരണം നമുക്ക് വേണ്ട, വെറുതെ എടുത്ത് കളയാവുന്നേ ഉള്ളൂ. പിന്നെ അവൾ കഴിച്ചതിന്റെ ബാക്കിയുണ്ട് ഞാൻ അവിടെ വെച്ചേക്കാറുമില്ല, എടുത്ത് കളയും. കാരണം ചുറ്റിനും വേറെ പൂച്ചകള്, പട്ടി, അങ്ങനെയൊക്കെ ശല്യമുണ്ട്. വേറെ പൂച്ചകൾ വന്നാല് ഇതുങ്ങൾ തമ്മിൽ കടി കൂടും. അതുകൊണ്ട് പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഉടനെ എടുത്തങ്ങ് കളയും. മൂക്കും മണ്ട് തള്ളിയിട്ട് ആ മീൻ കഷ്ണം മാത്രം തുരന്ന് കിടക്കുക. ആടെ മതി. ഇനി കുറച്ച് നേരം ഒരുങ്ങണം. എടി പെണ്ണെ, നീ ആ ചോറ് ബാക്കി വെച്ചെന്തിനാ? എന്തിനാടി പെണ്ണെ ബാക്കി വെച്ചത്? അയ്യോ, എടി പെണ്ണെ, നിനക്ക് ഞാൻ ചോറ് തന്നേ ഇല്ലയോ? നീ എന്തിനാ ഈ ബാക്കി വെച്ചേക്കുന്നേ? എടി പെണ്ണെ, ബബിട് നെഞ്ഞോ മതിയാ? അയ്യോ, ഇതെന്തോ കിടപ്പാ? ഇപ്പം നിന്നെ തൊട്ട ഉടനെ നീ ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ? എടി പെണ്ണെ, നീ അവൾ ഉറങ്ങിപ്പോയി അതിനു മുമ്പ്. എടി കിങ്ങിണി, ഇത് കിങ്ങിണിയാണോ?
പണ്ടൊക്കെ നമ്മുടെ വ്ളോഗിൽ സ്ഥിരം വന്നിരുന്ന മെഫിന്റെ വീട്ടിലെ പൂച്ചക്കുട്ടിയാണിത് കേട്ടോ. അപ്പൊ കഴിഞ്ഞ ദിവസം മെഫിന്റെ മമ്മി മിനിമാമ ഇവിടെ വന്നപ്പോ ഇവളിത്രേ എൻ്റെ അടുത്ത് ഇണങ്ങി ഇങ്ങനെ ഉരുമിയൊക്കെ നിൽക്കുന്ന കണ്ടിട്ട് ഭയങ്കര അതിശയം. അയ്യോ ഇത്രേ ഇണങ്ങിയോ, അതെങ്ങനെ ഇത്രേ ഇണങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിനെ ഓടിച്ചാലും അത് പോകുമെന്ന് കേട്ടോ, കാരണം അത് അത്രയ്ക്ക് ഇണങ്ങിപ്പോയി. കാരണം ആദ്യമൊക്കെ ആണെങ്കിൽ ഇവള് വന്നു തുടങ്ങിയ സമയത്ത് ഞാൻ അതിലോട്ട് ഇറങ്ങുമ്പോഴേ ഇത് പേടിച്ച് അങ്ങ് പറമ്പിലോട്ട് ഓടുമായിരുന്നു. അപ്പൊ അത്രയും ഇതിൽ നിന്നാണ് ഇപ്പം നമ്മള് അതൊക്കെ വന്ന് നിന്നാലും നമ്മളോട് ഉരുമ്മി ഇങ്ങനെ നിൽക്കും. ഇനിയിപ്പോ പോകും തോന്നില്ല, അത്രയും ഇണങ്ങിപ്പോയി. ഇതാണ് എൻ്റെ കോലം. രാവിലെ തൊട്ട് എത്രത്തോളം പണി ചെയ്തെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ എൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. വൈകിട്ട് വെയിൽ താണപ്പോഴാണ് മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയത്. വെള്ളം കുടിച്ച് ഉപ്പാട് വന്നു. ഇനിയിപ്പം ബാക്കിയും കൂടെ തൂത്ത് കത്തിക്കട്ടെ. അപ്പൊ ഈ കളർ കോമ്പിനേഷൻ എങ്ങനെയുണ്ട് ജോസെ? ബ്ലാക്ക് അടിക്കാന്നാണ് പറഞ്ഞു കേട്ടോ. മൊത്തത്തിൽ ബ്ലാക്കിനേക്കാളും നല്ലത് ഇതല്ലേ. എനിക്ക് മെയിൻ ആയിട്ട് ക്യാമറയിലെ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഇത്തിരി എടുപ്പ് കിട്ടുന്നതായിട്ട് തോന്നുന്നു, നല്ലൊരു രസമുണ്ട്. അപ്പൊ ഇവിടെ ഒരു ടീം ക്ലീൻ ചെയ്ത് അവസാനം ഇവിടെ വരെ എത്തി. ഇവിടെ കുറെ മെറ്റലും മണ്ണും ഒക്കെ കൂടിക്കിടപ്പുണ്ട്. അതിനകത്ത് ഇടയ്ക്കായിപ്പോയി കരിയില. ആ ഇന്റർലോക്ക് ചെയ്ത സമയത്ത് അത്രയിടം സിമെന്റ് ഇട്ടെടുത്തപ്പോ അവിടെ കുറെ മെറ്റലുകൾ കൂടിക്കിടപ്പുണ്ട്. മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്നേന്ന് കേട്ടിട്ടില്ലേ? അതുപോലാണ് കരിയിലയുടെ കൂമ്പാരം ദാ ഒഴുകി വരുന്നു. അവസാനം ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്തൊരു കമ്പിട്ട് ഇങ്ങോട്ട് നീക്കിക്കൂടാ, അന്നേരം കുറച്ചുകൂടെ പെട്ടെന്ന് വരുമെന്ന്. അവരുടെ പണി അവിടെ നടക്കട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് ഇച്ചിരി നെയ്മീൻ അച്ചാർ ഇടണം. അതിനുവേണ്ടി നെയ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒന്ന് അച്ചാറാക്കണം. ബാക്കി പണികളുമായിട്ട് ഞാനും മുമ്പോട്ട് പോട്ടെ. ഇത്രയും നേരം ഞങ്ങളുടെ ജോലിയൊക്കെ കണ്ട് ഇരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരാം. അടുത്ത ഞങ്ങളുടെ വീട്ടിൽ പ്രയർ വീഡിയോ ആണ് കേട്ടോ. അപ്പം പ്രയർ കഴിഞ്ഞു, സന്തോഷമായിരുന്നു. അതിന്റെ വീഡിയോയുമായിട്ട് ഉടൻ വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.